ഇത്തവണ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാർ. സമവായമുണ്ടായാൽ മാത്രമേ അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കൂവെന്നും മന്ത്രി എം എം മണി പറഞ്ഞു. കായംകുളം താപവൈദ്യുതി നിലയം നടത്തിക്കൊണ്ടു പോകണോ എന്നത് പരിശോധിക്കണമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളത്തെ ഈ മാസം പ്രഖ്യാപിക്കും. വരൾച്ചയിൽ അണക്കെട്ടുകളിൽ നിന്ന് 30% താഴെ മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 70% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി ഇത്തവണ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമം. 200 മെഗാവാട്ട് വൈദ്യുതി കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പുതുതായി ടെൻഡർ വച്ച കാറ്റാടി നിലയങ്ങളിൽ നിന്ന് 100 മെഗാവാട്ട് വൈദ്യുതി നൽകാമെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാനത്തിന് ഉറപ്പ് നൽകി. വൈദ്യുതി ഉൽപ്പാദനം ഇല്ലാതിരുന്നിട്ടും കായംകുളം താപവൈദ്യുതി നിലയത്തിന് KSEB നൽകുന്ന വാർഷിക സ്ഥിരവില 293 കോടി രൂപയായി കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടിയത് പിൻവലിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം എന്നാൽ കേന്ദ്രം തള്ളി. കായംകുളം താപവൈദ്യുതി നിലയം നടത്തിക്കൊണ്ടു പോകണമോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ വൈദ്യുതി മന്ത്രി എം എം മണിയെ അറിയിച്ചു. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ഏകപക്ഷീയമായി നടപ്പാക്കില്ലെന്ന് എം എം മണി പറഞ്ഞു. ആതിരപ്പള്ളി സമവായം ഉണ്ടായാൽ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ സമവായം ഇല്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എല്ലാവരും ഉണ്ട്, പ്രതിപക്ഷമുണ്ട്, ഭരണപക്ഷമുണ്ടെന്ന് വെച്ചു. ആതിരപ്പള്ളി ഇടതുമുന്നണിയുടെ പൊതുമിനിമം പരിപാടിയല്ലെന്നും എം എം മണി കൂട്ടിച്ചേർത്തു. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളത്തെ ഈ മാസം പ്രഖ്യാപിക്കും. 124 മണ്ഡലങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുവെന്നും മറ്റു മണ്ഡലങ്ങളിലെ നടപടികൾ ഈ മാസം പൂർത്തിയാക്കുമെന്നും വൈദ്യുതി മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി.